മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇഡിക്ക് അനുമതി. ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ കോടതി തള്ളി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിവരങ്ങൾ? മലബാർ സിമന്റ്സിൽ നടന്ന അഴിമതിയിൽ നേരത്തെ വിജിലൻസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടികൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെയാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം നടത്തുകയും ഇതിൽ പ്രതിചേർക്കപ്പെട്ടവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തത്. ഇതിനെതിരെ പ്രതികൾ നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും തീരുമാനം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതിൽ സ്റ്റേ അടക്കം വേണമെന്നുള്ള ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ ആവശ്യം. ഇതടക്കം നിരാകരിച്ചുകൊണ്ടാണ് പ്രസ്തുത ഹർജികളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇനി ഇഡിക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാനായിട്ടുള്ള അനുമതിയാണ് ഇതിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളെല്ലാം തള്ളിയിരിക്കുകയാണ്. ഇനി കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇഡിക്ക് കടക്കുകയും ചെയ്യാം. വീണ, ശരി രേഷ്മ, ഇനി കുറ്റപത്രം സമർപ്പിക്കുന്നതിനടക്കം ഇഡിക്ക് കടക്കാം.